സത്യത്തിൽ ഈ കല്യാണം കഴിക്കുന്നത് ഇത്തരത്തിലൊരു പാട്ടുകാരനോട് ഇഷ്ടം തോന്നിയിട്ടൊന്നും അല്ലല്ലോ, അറേഞ്ച്ഡ് അല്ലേ? ഫുള്ളി അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. അന്ന് വന്നിട്ട് പാട്ടൊക്കെ പാടിയല്ലേ? പാട്ട് നോർമലി ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആലോചന പ്രപ്പോസൽ വരുന്നത്. 3rd ഇയറിൽ പഠിക്കുന്ന ടൈമില് അപ്പൊ ജസ്റ്റ് വന്നൊക്കെ കണ്ട സമയത്ത് ഇക്കയുടെ പാട്ടുകളൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വളർന്നത്. അല്ല, ഇക്കയുടെ പാട്ട് അറിയത്തില്ലെന്ന് വെച്ചാൽ പാട്ടെന്ന് പറഞ്ഞാല് ഐഡിയ പ്രൊഫൈൽ അറിയാം, പക്ഷെ സിനിമ അങ്ങനെ ഫോളോ ചെയ്യുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേല് ഇക്കയാണ് തൊട്ടു തൊട്ടു പാടിയത്, അതൊന്നും അറിഞ്ഞു. പക്ഷെ തൊട്ടു തൊട്ടു എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 1st ഇയറോ 2nd ഇയറോ എന്തോ ഈ ഫോണിലൊക്കെ നമ്മൾ കുറേ നേരം റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും നമ്മളന്ന് നോക്കത്തില്ലല്ലോ ചെയ്തത്. ഇക്ക പറയുന്ന സമയത്താണ് എനിക്കറിയാവുന്നത് ആ പാട്ട് പാടിയത്. അതിപ്പോഴും പലയിടത്തും പലർക്കുമേ എന്നെ കണ്ടിട്ടാണ്, പാട്ട് കേട്ടിട്ടാണ് ഇത് ഈ പാട്ട് പാടിയതാണെന്നുള്ള ഇത് ചോദിക്കും എൻ്റെ അടുത്ത്. പലർക്കും അറിയില്ല, പലർക്ക് പാട്ട് കേട്ടങ്ങ് പോകാന്നുള്ളതുകൊണ്ട് അത് പാട്ടൊക്കെ എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതാരാണെന്നുള്ളത് അത് പിന്നെ ചിലത് ഞാൻ പറയുമ്പോഴായിരിക്കും അറിയണത്. പിന്നെ അന്ന് ആ ഒരു ടൈമിലാണ് ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈം, 2011. അപ്പൊ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ